എല്ലാവരുമായിട്ട് ഒരു നല്ല ബന്ധം നിലനിർത്തുകയും അവിടെ എന്തെങ്കിലും പോളിസീസോ ഒക്കെ ഉണ്ടെങ്കിൽ അത് 100% പരിപാലിക്കാൻ തയ്യാറാവുകയും ചെയ്തുകൊണ്ട് ഒരു നല്ല ഉയർന്ന നില അല്ലെങ്കിൽ ഒരു നിലവാരം നിലനിർത്തുകയും ചെയ്യുന്ന ഒരു തിങ്കിങ് പ്രോസസ്സ് ഈ ലീഡേഴ്സിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അത് വലിയ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ആയിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. അതായത് 100% എംപ്ലോയിയുടെയും അതേപോലെ തന്നെ മറ്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെയും സജഷൻസ് 100% സ്വീകരിക്കാനും അത് വീണ്ടും അത് പരിശോധിക്കാനും നല്ലത് ഉൾക്കൊള്ളാനും അത് ഇംപ്ലിമെൻ്റ് ചെയ്യാനുമുള്ള ഒരാർജവം ഈ പറയുന്ന ഒരു ലീഡറിനുണ്ട്. യാതൊരു കാരണവശാലും അവരുടെ പ്രിൻസിപ്പിളിൽ നിന്ന് വ്യതിചരിക്കുകയില്ല. അപ്പോൾ പ്രിൻസിപ്പിള് അവർ നിലനിർത്തുന്നു എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. സാർ, ഇന്ന് നമ്മൾ കാണുന്ന ഒത്തിരി വിജയിച്ച ലീഡേഴ്സ് അവരെല്ലാവരും ഇപ്പോൾ വളർന്ന ഈ ഒരു നിലയിലെത്തി നിൽക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഉചിതമായ തീരുമാനങ്ങൾ എടുത്തതിലൂടെയാണ്. പല പ്രതിസന്ധികളെ അവർ കൃത്യമായിട്ട് തരണം ചെയ്തു. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഒരു അവരുടേതായ വ്യക്തമായിട്ടുള്ള തീരുമാനങ്ങളുണ്ട്, കാഴ്ചപ്പാടുകളുണ്ട്. അപ്പോൾ ഒരു സക്സസ്ഫുള്ളായിട്ടുള്ള ഒരു ലീഡേഴ്സിന് വേണ്ട ക്വാളിറ്റികൾ അതെന്തൊക്കെയാണ്? വളരെ നല്ലൊരു ചോദ്യമാണ്. നമ്മൾ സക്സസ്ഫുള്ളായിട്ടുള്ള ഒരു ലീഡറെ എടുത്ത് അനലൈസ് ചെയ്യുകയും അവരുടെ ഒരു നല്ല വശം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയും ചെയ്യുക എന്ന് പറയുന്നത് നമ്മളെ ഒന്ന് നല്ല നിലയിലേക്ക് ഉയർത്തുന്നതിന് കാരണമാവുമല്ലോ. അതെ അതെ അതെ. അപ്പോൾ ഒരു നല്ല ഒരു ലീഡറിൽ ഞാൻ കണ്ടിരിക്കുന്ന ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് അവരുടെ ഒരു തിങ്കിങ് പ്രോസസ്സാണ്. തിങ്കിങ് പ്രോസസ്സ് എപ്പോഴും അവർ ജനങ്ങളോട് കൂടി ആയിരിക്കാനായിട്ട് അവരെപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. ജനങ്ങളുടെ പ്രോബ്ലം ഇപ്പോൾ ഒരു ഓർഗനൈസേഷൻ്റെ പോയിന്റ് ഓഫ് വ്യൂ എടുക്കുകയാണെങ്കിൽ ജനങ്ങളാണ് അവരുടെ ഒരു വേണമെങ്കിൽ അതൊരു വീക്ക് പോയിന്റ് എന്ന് വേണമെങ്കിലും പറയാം. കാരണം ജനങ്ങൾക്ക് വേണ്ടി അവർ ഒരു കമ്മിറ്റഡായി അവരുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ട് അവരെ നല്ലപോലെ മനസ്സിലാക്കുക. അതുപോലെ തന്നെ അവർക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായെങ്കിൽ ആ ഒരു സൊല്യൂഷനുമായിട്ട് മുന്നോട്ട് വരിക. എപ്പോഴും ജനങ്ങളെ ഫോക്കസ് ചെയ്തുകൊണ്ട് അവരുടെ റിക്വയർമെൻറ്റിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് അവരെങ്ങനെയാണ് വളരുന്നത് എന്നതിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് അവരുടെ കൂടെ നിൽക്കാൻ എപ്പോഴും ശ്രമിക്കുന്ന ആളുകളാണ് ലീഡേഴ്സ്. അവരുടെ ആ തിങ്കിങ് പ്രോസസ്സ് എപ്പോഴും അവരായിരിക്കും. അതായത് ചെറിയ ഒരു ഇൻഡിവിജ്വലിലല്ല, പകരം ഒരു ഗ്രൂപ്പിലായിരിക്കും എപ്പോഴും അവർ ഫോക്കസ് ചെയ്യുന്നത്. ജനറൽ പബ്ലിക് ഇപ്പോൾ ഒരു കമ്പനിയുടെ ഒരു ലീഡറാണ് എങ്കിൽ, കമ്പനിയുടെ ഒരു ഏറ്റവും ഉയർന്ന നിലയിലുള്ള ഒരു ഓഫീസറാണ്, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് അതിൻ്റെ മാനേജ്മെൻറ്റിലുള്ള ഒരാളാണ് എങ്കിൽ തീർച്ചയായിട്ടും അവരുടെ കസ്റ്റമേഴ്സിനെയും അതേപോലെ തന്നെ ആ ഓർഗനൈസേഷനോട് ചേർന്ന് നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. ഇപ്പോൾ സപ്ലൈ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, അവർക്ക് സപ്ലൈ ചെയ്യുന്നുണ്ടാവും, ജോലിക്കാർ വേറൊരു സൈഡിലുണ്ടാവും, ലോജിസ്റ്റിക് കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞത് കുറേ കാര്യങ്ങൾ ഔട്ട്സോഴ്സ് ചെയ്തിട്ടായിരിക്കും നമ്മുടെ ബിസിനസ്സിൽ ആ വാല്യൂ അഡീഷൻ നടത്തുന്നത്. അവർ നമ്മുടെ പാർട്ട്നേഴ്സാണ്. ബാങ്കുകളുണ്ടാവും, നമ്മുടെ കസ്റ്റമേഴ്സ് ഉണ്ടാവും. അങ്ങനെ ഒരുപാട് സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ഈസ് ഓൾസോ നമ്മുടെ ഒരു സ്റ്റേക്ക് ഹോൾഡറാണ്. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഓരോ തീരുമാനങ്ങളും നമ്മളെ ശക്തിപ്പെടുത്തുന്നുണ്ടാവും. എല്ലാവരുമായിട്ട് ഒരു നല്ല ബന്ധം നിലനിർത്തുകയും അവിടെ എന്തെങ്കിലും പോളിസീസോ ഒക്കെ ഉണ്ടെങ്കിൽ അത് 100% പരിപാലിക്കാൻ തയ്യാറാവുകയും ചെയ്തുകൊണ്ട് ഒരു നല്ല ഉയർന്ന നില അല്ലെങ്കിൽ ഒരു നിലവാരം നിലനിർത്തുകയും ചെയ്യുന്ന ഒരു തിങ്കിങ് പ്രോസസ്സ് ഈ ലീഡേഴ്സിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അത് വലിയ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ആയിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. രണ്ടാമത്തെ ലീഡർഷിപ്പ് ക്വാളിറ്റി എന്ന് പറയുന്നത് അവരെപ്പോഴും ഒരു ഡയറക്ഷൻ സെറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഒരു കമ്പനി ഞാൻ പറയുന്നത് ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനം, ആ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനത്തിന് 5 കൊല്ലം കഴിയുമ്പം എന്താണ് അതിൻ്റെ ഫ്യൂച്ചർ, 10 കൊല്ലം കഴിയുമ്പം എന്താണ് അതിൻ്റെ ഫ്യൂച്ചർ, 15 കൊല്ലം കഴിയുമ്പം എന്താണ് അതിൻ്റെ ഫ്യൂച്ചർ. അങ്ങനെ ഒരു ദൂരക്കാഴ്ചയും
ആ ദൂരക്കാഴ്ചക്കനുസരിച്ച് ഈ കമ്പനിയുടെ പ്രവർത്തനങ്ങളെ ക്രമമനുസരിച്ച് രൂപപ്പെടുത്താനും അവർക്ക് ഒരു കഴിവുണ്ട്. ആ കഴിവ് വരുമ്പോഴാണ് ആ കമ്പനി വളർച്ചയുടെ ഭാഗത്തേക്ക് വരുന്നത്. ഇതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് 1991 ഗ്ലോബലൈസേഷൻ വന്നപ്പോൾ രത്ന ടാറ്റ അവരുടെ എല്ലാ സ്ഥാപനങ്ങളെയും ഒരു പുതിയ ഫോർമുലയിലേക്ക് കൊണ്ടുവരാനായിട്ട് പരമാവധി ശ്രമിച്ചു. ആ പരമാവധി ശ്രമിച്ചതിൽ ഒന്നാണ് ഗ്ലോബൽ മാനുഫാക്ചേഴ്സുമായിട്ട് കോമ്പറ്റീറ്റീവ് ആവാൻ വേണ്ടിയിട്ട് ടാറ്റ ബിസിനസ് എക്സലൻസി മോഡൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ആ ഇൻട്രൊഡ്യൂസ് ചെയ്തതോടുകൂടി ടാറ്റയുടെ പ്രൊഡക്റ്റ് ലോകത്തിലെ ഏത് മാനുഫാക്ചററുടെ പ്രൊഡക്റ്റിനോട് താരതമ്യം ചെയ്യുമ്പോഴും അത് ക്വാളിറ്റിയിലും പ്രൈസിലും കോമ്പറ്റീറ്റീവായി. അതുകൊണ്ടാണ് ടാറ്റയുടെ പ്രൊഡക്റ്റുകൾ 150-ലധികം രാജ്യങ്ങളിൽ വിറ്റഴിക്കാൻ പറ്റുന്നത്. അപ്പോൾ ഒരു എക്സലൻസി അവിടെ കൊണ്ടുവരുന്നതിന് ഒരു ഡയറക്ഷൻ സെറ്റ് ചെയ്യാനായിട്ട് ഒരു ലീഡർക്ക് കേപ്പബിലിറ്റി ഉണ്ട്. ആ കേപ്പബിലിറ്റി ഉള്ളയാൾ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ലീഡറാണ്. മൂന്നാമത്തെ പോയിന്റിലേക്ക് വരുവാണെങ്കിൽ അവർ എല്ലാവരും എംപ്ലോയീസുമായിട്ട് മാക്സിമം കോഓപ്പറേറ്റ് ചെയ്ത് പോകുന്ന ആൾക്കാരായിരിക്കും. അവരുടെ എംപ്ലോയി എന്നത് എംപ്ലോയി അല്ല, അവരൊരു ഫാമിലി മെമ്പറാണ്. അവരുടെ എന്താശയം ഉണ്ടായെങ്കിലും അത് ഉൾക്കൊള്ളാനും അത് പ്രൊമോട്ട് ചെയ്യാനും ഉള്ള ഒരു ആർജവം ഈ ലീഡറിലുണ്ട്. അവരിൽ നിന്ന് വരുന്ന എന്ത് ഐഡിയ ഉണ്ടായെങ്കിലും അത് ഐഡിയ പ്രോസസ്സ് ചെയ്യുക, അതൊരു ഇന്നോവേഷൻ ക്ലബിലേക്ക് അല്ലെങ്കിൽ ഇന്നോവേഷൻ ഏരിയയിലേക്ക് അവരത് ട്രാൻസ്ഫർ ചെയ്തിട്ട് അത് വീണ്ടും റിവ്യൂ ചെയ്ത് നോക്കിയിട്ട് അത് വാല്യൂ ഉള്ളതാണ് എങ്കിൽ അത് ഇംപ്ലിമെൻ്റ് ചെയ്യാനുള്ള ഡയറക്ഷൻ കൊടുക്കാനും, അതായത് 100% എംപ്ലോയിയുടെയും അതേപോലെ തന്നെ മറ്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെയും സജഷൻസ് 100% സ്വീകരിക്കാനും അത് വീണ്ടും അത് പരിശോധിക്കാനും നല്ലത് ഉൾക്കൊള്ളാനും അത് ഇംപ്ലിമെൻ്റ് ചെയ്യാനുമുള്ള ഒരു ആർജവം ഈ പറയുന്ന ഒരു ലീഡറിനുണ്ട്. എന്നാൽ ഇത് മാത്രമേ ഉള്ളൂ? അല്ല. എംപ്ലോയീസ് ആണ് എങ്കിൽ അല്ലെങ്കിൽ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആണെങ്കിൽ അവരുടെ വെൽഫെയറിന് വേണ്ടിയിട്ട് അവരുടെ ഗ്രോത്തിന് വേണ്ടിയിട്ട് നമുക്കെന്ത് ചെയ്യാം, എൻ്റെ ബെനഫിറ്റിന് വേണ്ടിയിട്ടല്ല, അവരുടെ ബെനഫിറ്റിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, ഈ ഒരു കാഴ്ചപ്പാട് ആ ലീഡറിലുണ്ട്. എംപ്ലോയീസ് അതേപോലെ തന്നെ സ്റ്റേക്ക് ഹോൾഡേഴ്സിനോടൊക്കെ നല്ല ഒരു ബന്ധം, ദൃഢമായ ബന്ധം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് ആ ലീഡർ ഡെലിബറേറ്റായിട്ട് ഡെവലപ്പ് ചെയ്ത ഈ ഒരു ക്വാളിറ്റി ഉണ്ട്. അത് അയാളെ ലീഡർഷിപ്പിൽ മേലേക്ക് കൊണ്ടുവരുന്നതാണ്. നാലാമത്തേത് ഇംപ്ലിമെൻറ്റേഷൻ പ്രോസസ്സാണ്. അതായത് ഒരു തീരുമാനം എടുത്താൽ, ഇപ്പോൾ രത്തൻ ടാറ്റൻ്റെ കേസിൽ തന്നെ 65 വയസ്സ് കഴിയുമ്പോൾ നിങ്ങൾ റിട്ടയർ ചെയ്യണം. അത് അല്ലെങ്കിൽ 75 വയസ്സ് കഴിയുമ്പോൾ നിങ്ങൾ റിട്ടയർ ചെയ്യണം. അത് എന്തിന് എന്ന് ചോദിച്ചാൽ 65 വയസ്സ് കഴിയുമ്പം നോർമലി ഇന്നെഫിഷ്യൻസി ഉണ്ടാവാം. ഇന്നെഫിഷ്യൻസി വന്നാൽ ടാറ്റ കൺസേൺ ഒരു കാരണവശാലും ഗ്ലോബലി കോമ്പറ്റീറ്റീവ് ആവാൻ പറ്റിയല്ല. ഗ്ലോബലി കോമ്പറ്റീറ്റീവ് ആവാൻ പറ്റുന്നില്ല എങ്കിൽ ടാറ്റ പ്രൊഡക്റ്റ് 150-ലധികം രാജ്യങ്ങളിൽ വിറ്റഴിക്കാൻ പറ്റിയല്ല. ഒരു ചെറിയ പോയിന്റിൽ നോക്കുവാണെങ്കിൽ ഒരു പെയിനാണ് 65-ൽ റിട്ടയർ ചെയ്യണമല്ലോ എന്നുള്ളത്. പക്ഷെ വേറൊരു ആംഗിളിൽ നമ്മൾ നോക്കുമ്പോൾ ടാറ്റ കൺസേണിൻ്റെ വളർച്ചയ്ക്ക് ഒരു പരിധിവരെ അത് കാരണമായിട്ടുണ്ട്. 75 വയസ്സ് കഴിയുമ്പം MD ആയിരുന്ന ആൾക്കാർ റിട്ടയർ ചെയ്യണമെന്ന് പറഞ്ഞപ്പോഴും അവിടെയും ഞാൻ പറയുന്നത് ന്യൂ ഐഡിയാസ് അട്രാക്റ്റ് ചെയ്യുകയും ഇംപ്ലിമെൻറ്റ് ചെയ്യാനുമുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൊടുത്തു. അതുപോലെ തന്നെ രത്തൻ ടാറ്റ കൊണ്ടുവന്ന വേറൊരു സൈഡ് എന്ന് പറയുന്നത് ടാറ്റ ബിസിനസ് എക്സലൻസ് മോഡലാണ്. അത് പ്രോപ്പറായി ഇംപ്ലിമെൻ്റ് ചെയ്തപ്പോൾ ക്വാളിറ്റി പ്രൊഡക്റ്റ് അഫോർഡബിൾ പ്രൈസിന് ഈ 150-ലധികം രാജ്യങ്ങളിലും നമ്മുടെ രാജ്യത്തും വിറ്റഴിക്കാനുള്ള ഒരു അവസ്ഥ ഉണ്ടായി എന്നുള്ളതാണ്. അപ്പോൾ എപ്പോഴും ഇംപ്ലിമെൻറ്റേഷൻ സ്റ്റേജിൽ സ്ട്രോങ് ഡിസിഷൻ എടുക്കുകയും ആ സ്ട്രോങ് ഡിസിഷൻ ഓർഗനൈസേഷൻ്റെ വെൽഫെയറിന് വേണ്ടിയിട്ട്, ജനറൽ പബ്ലിക്കിൻ്റെ വെൽഫെയറിന് വേണ്ടിയിട്ട്, സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ ബെനിഫിറ്റിന് വേണ്ടിയിട്ട്
ഡിസൈൻ ചെയ്ത് ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന സമയത്തുണ്ടാവുന്ന ആ റിസ്ക് അനലൈസ് ചെയ്യും, അതിനനുസരിച്ചിട്ട് ഐഡൻറ്റിഫൈ ചെയ്ത് റിസ്ക് മിറ്റിഗേറ്റ് ചെയ്യാനുള്ള സ്റ്റെപ്പ് എടുക്കുകയും ചെയ്യുന്ന ഒരു ജനറലായിട്ടുള്ള ഒരു ജനാധിപത്യപരമായിട്ടുള്ള ഒരു ഡിസിഷൻ അല്ലെങ്കിൽ ഒരു ഇംപ്ലിമെൻറ്റേഷൻ സ്ട്രാറ്റജി അവർക്ക് കൊണ്ടുവരാൻ കഴിയും. അവരത് കൊണ്ടുവരുന്നതാണ് ഒരു ലീഡർഷിപ്പിൻ്റെ 4ാമത്തെ ക്വാളിറ്റി. 5ാമത്തേത് തീരുമാനങ്ങൾ എടുക്കുന്നതിലെ സ്പീഡാണ്. ഇന്ന് തീരുമാനം എടുക്കേണ്ടത് 1 വർഷം കഴിഞ്ഞ് തീരുമാനം എടുത്താൽ ഈ 1 വർഷം ഇൻഎഫിഷ്യൻസിയുടെ കോസ്റ്റ് നമ്മൾ ബെയർ ചെയ്യേണ്ടി വരും. അപ്പം തീരുമാനം, പ്രത്യേകിച്ചും ഞാൻ പറയുന്നത് ടോപ്പ് ലെവലിലുള്ള തീരുമാനം ടൈംലി ആയിരിക്കണം, അത് ഫാക്ട് ബേസ്ഡ് ആയിരിക്കണം, അതുപോലെ തന്നെ അത് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. ഇംപ്ലിമെൻ്റ് ചെയ്താൽ ആ ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന സമയത്ത് വരുന്ന ഓരോ കുറവുകളും അതാത് സമയത്ത് ഐഡൻറ്റിഫൈ ചെയ്ത് ആ ഐഡൻറ്റിഫൈ ചെയ്തതിനെ ഇമ്മീഡിയറ്റ് ആയിട്ട് കറക്റ്റ് ചെയ്ത് ആ ഡിസിഷൻ ഒരു പ്രോഫിറ്റ് ജനറേറ്റിംഗ് ആക്ടിവിറ്റി ആയി കൊണ്ടുവരേണ്ടതുണ്ട്. അപ്പോൾ ടൈം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 2, യാതൊരു കാരണവശാലും അവരുടെ പ്രിൻസിപ്പിളിൽ നിന്ന് വ്യതിചരിക്കുകയില്ല. അപ്പോൾ പ്രിൻസിപ്പിള് അവർ നിലനിർത്തുന്നു എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ആ പ്രിൻസിപ്പിള് ഇപ്പോൾ ടാറ്റനെ സംബന്ധിച്ചിടത്തോളം 5 പ്രിൻസിപ്പിൾസാണ് അവർ. 1 ഒരു ഇൻറ്റഗ്രിറ്റിയാണ്, 2 ഞാൻ പറയുന്നത് അണ്ടർസ്റ്റാൻഡിംഗ് ആണ്, 3 എക്സലൻസ് ആണ്, 4 യൂണിറ്റിയാണ്, 5 റെസ്പോൺസിബിലിറ്റി ഷെയറിംഗ് ആണ്. ഈ 5 കാര്യങ്ങളും ആ 5 പ്രിൻസിപ്പിളും അവർ വിട്ടുവീഴ്ചയില്ലാതെ ഫോളോ ചെയ്തതുകൊണ്ട് ആ ഓർഗനൈസേഷൻ നല്ല നിലയിലേക്ക്, അതായത് 1991 ശേഷം, അതായത് ഗ്ലോബലൈസേഷന് ശേഷം വിദേശ രാജ്യങ്ങളിലെ വലിയ ഓർഗനൈസേഷനുമായിട്ട് മാച്ച് ചെയ്ത് മത്സരിക്കാവുന്ന രീതിയിൽ ഈ സ്ഥാപനത്തെ വളർത്തിക്കൊണ്ടുവന്നു. അതുപോലെ തന്നെ ഇതിലൊരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവരെപ്പോഴും ഒരു സമദൂരം പാലിച്ചു എന്നതാണ്. അതായത് എപ്പോഴും നല്ലൊരു ലീഡർ അയാൾക്ക് വേണ്ടി ഏൺ ചെയ്യുന്നതിന് പകരം അത് എല്ലാവർക്കും കൂടി ഏൺ ചെയ്യുന്ന, അതായത് അയാളുടെ പൊസിഷൻ ഒരു ട്രസ്റ്റി എന്ന് കാണാനായിട്ട് അയാൾ ലീഡറിൽ അവർക്കൊരു ആർജവം ഉണ്ടായിരിക്കും. അതും ഒരു ലീഡർഷിപ്പിലെ വലിയ ക്വാളിറ്റിയാണ്. ആ ക്വാളിറ്റി പരിപാലിക്കുമ്പോൾ ഈ നല്ല ഒരു ലീഡർ ഉയർന്നു വരുന്നതാണ്. അതുപോലെ തന്നെ നല്ല ലീഡർഷിപ്പ് ജനങ്ങൾ അംഗീകരിക്കുന്നതാണ്. കമ്പനിയാണ് എങ്കിൽ കമ്പനിക്ക് വളർച്ചയാവുന്നതാണ്, ഷെയർ ഹോൾഡേഴ്സിന് സാറ്റിസ്ഫൈഡ് ആവുന്നതാണ്, അവിടുത്തെ ജോലിക്കാർക്ക് സാറ്റിസ്ഫൈഡ് ആവുന്നതാണ്, ആ സ്ഥാപനത്തോട് ചേർന്ന് നിൽക്കുന്ന എല്ലാ എക്സ്റ്റേണൽ സ്റ്റേക്ക് ഹോൾഡേഴ്സിനും ഒരു സപ്പോർട്ടീവാണ്. അത് നമ്മൾ ആർജിച്ച് കൊണ്ടുവരേണ്ടതാണ്. പ്രിൻസിപ്പിളുള്ള ആളുകൾ ആർജിച്ച് വന്നാൽ ഭയങ്കര ഇമ്പാക്റ്റ് സൊസൈറ്റിയിൽ ക്രിയേറ്റ് ചെയ്യും.